ഹലോ നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർഷക രജിസ്ട്രേഷനായിട്ട് ദിവസങ്ങൾ കൃഷിഭവനുകളിൽ കാത്തു നിന്നിട്ടും കഴിയാത്തവർക്ക് ആശ്വാസകരമായിട്ട് ഇതാ ഒരു വാർത്ത. ഇനി മുതൽ കർഷക രജിസ്ട്രേഷൻ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ എന്നിവ വഴിയോ ചെയ്യുന്നതിന് വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കുന്നു. എന്താണ് കർഷക രജിസ്ട്രേഷൻ, എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. ഇതുവരെ കർഷക രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിരുന്നത് കൃഷിഭവനുകൾ വഴി മാത്രമായിരുന്നു. അതിനാൽ രജിസ്ട്രേഷൻ നടത്തുന്നതിനും കൃഷിഭവനുകളിൽ നീണ്ട ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെ കൃഷിഭവനുകളിലെ ദൈനംദിന ജോലികൾ നടക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് ഈ ഒരു മാറ്റം. ദീർഘനേരം ക്യൂവിൽ നിന്ന ശേഷം രജിസ്ട്രേഷൻ നടത്താൻ കഴിയാതെ പലരും മടങ്ങേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. OTP ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നതിനാൽ ഏറെ നേരം കൃഷിഭവനുകളിൽ കാത്തു നിൽക്കുന്നതും പതിവ് കാഴ്ചയായിരുന്നു. സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നതോടെ കർഷകർക്ക് ഏറെ ആശ്വാസകരമായി. കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങൾ ലഭ്യമാക്കാൻ രജിസ്ട്രേഷൻ നടത്തണം. കർഷകരുടെ വിവരങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനാണ് അഗ്രി സ്റ്റാഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം അനുവദിക്കുന്ന തുകകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെങ്കിലും ഈ ഒരു രജിസ്ട്രേഷൻ വേണം. ഇതിൽ തന്നെ PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തവർ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശങ്ങളാണുള്ളത്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, അഗ്രികൾച്ചർ ഇൻഷുറൻസ്, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന തുടങ്ങി കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും സേവനങ്ങൾക്കുമെല്ലാം കർഷക രജിസ്ട്രേഷൻ ആവശ്യമാണ്. രജിസ്ട്രേഷൻ നടത്താനുള്ള അവസാന തീയതി ജൂലൈ 31. എന്താണ് കർഷക രജിസ്ട്രേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ. കൃഷിക്കാർ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ കാർഡിനു സമാനമായ രീതിയിൽ 21 അക്ക കർഷക ID ലഭിക്കും. ഈ ID കാർഡ് വഴി ഡിജിറ്റൽ സേവനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. രജിസ്ട്രേഷനായി www.agritrack.gov.in കേരള എന്ന പോർട്ടൽ ഓപ്പൺ ചെയ്യുക. പോർട്ടലിൽ കർഷകൻ എന്ന ലിങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കണം. ഇതിനായി ആധാർ നമ്പറും ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും നൽകേണ്ടതുണ്ട്. ഈ സമയം നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് OTP ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു OTP നൽകി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് താഴെയുള്ള ഫോൺ നമ്പർ കൊടുക്കാനുള്ള സ്ഥലത്ത് ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോഴും ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നീട് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യണം. തുടർന്ന് വീണ്ടും ലോഗിൻ പേജിലേക്ക് പോയി ഫാർമർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യൂസർ ID ആയിട്ട് ഫോൺ നമ്പർ നൽകണം. പാസ്വേഡ് നേരത്തെ സെറ്റ് ചെയ്തതും നമുക്ക് നൽകാം. തുടർന്ന് ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യാം. തുടർന്ന് താഴെ രജിസ്റ്റർ ആസ് ഫാർമർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കാണുന്ന മൊബൈൽ നമ്പർ ചേഞ്ച് കൺഫർമേഷൻ ചെയ്തതിന് നോ എന്ന് കൊടുക്കണം. തൊട്ടു താഴെ ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസിൽ ഓണർ എന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസിൽ അഗ്രികൾച്ചർ ലാൻഡ് ഓണിംഗ് ഫാർമർ എന്നത് സെലക്ട് ചെയ്യുക. പിന്നീട് താഴെ ലാൻഡ് ഡീറ്റെയിൽസിൽ ഫെൻസിംഗ് ലാൻഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യണം. കൂടാതെ ഡിസ്ട്രിക്റ്റ്, സബ് ഡിസ്ട്രിക്റ്റ്, വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് നൽകിയ ശേഷം കരം കെട്ടിയ രസീത് കാണിക്കുന്നതിനുള്ള ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും നൽകുക. ഈ സമയം കാണിക്കുന്ന സെലക്ട് ഓണർ ഐഡന്റിഫയർ നമ്പർ എന്നതിൽ കരം അടച്ചിരിക്കുന്ന ഇതിൽ കാണിച്ചിരിക്കുന്ന ഭൂ ഉടമയുടെ പേരും വിവരങ്ങളും നൽകുക. ഇത് കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് വെരിഫൈ ഓൾ ലാൻഡ്സ് കൊടുക്കുക. ശേഷം അപ്രൂവിംഗ് എന്നിടത്ത് അഗ്രികൾച്ചർ റവന്യൂ എന്നിടത്തും റവന്യൂ എന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ ഒരു കാരണവശാലും അഗ്രികൾച്ചർ സെലക്ട് ചെയ്യരുത്. തുടർന്ന് പ്രൊസീഡ് ടു സൈൻ നൽകണം. അപ്പോൾ കാണുന്ന വിൻഡോയിൽ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് താഴെ ആധാർ നമ്പർ കൊടുത്ത് സെൻഡ് OTP കൊടുക്കുക. ഫോണിലേക്ക് വരുന്ന OTP നൽകി സബ്മിറ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. താങ്ക്